Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So, we are going to react to The Paradise. Nani the movie. അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത്. സോ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് ടീസർ കാണാം. ഓക്കെ, ടീസറാണേ. ഓക്കെ, ഞാൻ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ആൻഡ് നൈസ്. ബ്ലഡിലാണോ ഒന്ന്? Oh yeah, it's blood. It's complete bloodshed. എന്തോടെ ഇത്? ഓക്കെ, சர்க்காருங்கிறது உங்க துரைங்களுக்காகவா இல்ல ஜனங்களுக்காகவா? wow. ഇതെന്താ, പുള്ളി വല്ല കൾട്ടിന്റെ ഭാഗമാണോ? എല്ലാം ഈ ഒരു സീൻ കാണുമ്പോൾ എനിക്ക് എല്ലാം ആ ഒരു KGF വൈബാണ് ഇത് ചെയ്ത് വരുന്നത്. വൺ മാൻ ഗ്രോയിങ് ഔട്ട് ഓഫ് ദിസ്, എന്താണ് ഈ സ്ലംസ് എന്ന് വളർന്നു വരുന്ന ഒരാൾ എന്നിട്ട് അവര് ഏഴെങ്കളുടെ നേതാവുന്നു. എല്ലാരും ഡ്രസ്സൊക്കെ കണ്ടോ? Okay, the look is like really interesting, very interesting look. Paradise. வீட்டு கண்ணு, ஊரு கண்ணு, வயிற்றுச்சல் படுறவன் கண்ணு, பயந்தோடுறவன் கண்ணு, கத்தி எல்லாம் கதற கதற. അതെങ്ങനെ ആൾക്കാരിങ്ങനെ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചേക്കുന്ന? ரத்தம்லாம் பதற பதற திஷ்டி மொத்தமும் போகணும். That was good actually. Music is good. Tribal music പോലെ അതുപോലെ. So anyways, okay, this is The Paradise. വേറെ കൂടുതലൊന്നുമില്ലല്ലോ? ഇല്ല. So this is The Paradise. So പേഴ്സണലി എനിക്ക് കണ്ടപ്പോൾ ഒരു KGF വൈബ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സംഭവം വരുമ്പോഴത്തേക്കും എപ്പോഴും ഒരു KGF ഫോർമാറ്റിലാണ് വരുന്നത്. കാരണം ഈ ഓഫ് ഷെയ്ഡ്സ് ഉള്ള ഡ്രസ്സിങ് ആണെങ്കിലും ഈ ആൾക്കാർക്ക് കൊടുക്കുന്ന മീൻസ് സൈഡ് ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഈ ഓഫ് ഷെയ്ഡ് ഉള്ള ഡ്രസ്സിങ് ടൈപ്പ്, അത് പിന്നെ എന്നുവെച്ചാൽ വാഷ്ഡ് ഔട്ട് ആണ്. അത് ഭയങ്കര, അവർക്ക് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഇതൊന്നും കൊടുക്കില്ല, ഭയങ്കര വാഷ്ഡ് ഔട്ട് ആണ്. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഈ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരാൾ, എന്താണ് ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വളർന്നു വരുന്ന ഒരാൾ, അവരുടെ രക്ഷകരായിട്ട് ഒരാൾ വരുന്നു. സോ അങ്ങനത്തെ കുറേ പരിപാടി. 500 പേരെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് പുള്ളി എന്തൊക്കെ ഡയലോഗ് പറയുന്നുണ്ട്. കയ്യിൽ തന്നെ മറ്റേ ഇതെല്ലാം കെട്ടി വെച്ചിട്ടുണ്ടെന്നാണ്, ബ്ലേഡ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം പുള്ളിക്ക് അത് ഹേർട്ട് ആവത്തില്ലേ ദേഹത്ത്? പക്ഷെ പാടൊന്നും കാണുന്നില്ല, അങ്ങനെയുള്ള ഇതൊന്നും കൊടുത്തില്ല. കയ്യിൽ ദേഹത്തൊക്കെ ഇങ്ങോട്ട് വരയ്ക്കുന്നുണ്ട്, പക്ഷെ നോ, ദേഹത്ത് പാടും കാര്യങ്ങളൊന്നുമില്ല. സോ എനിവേസ്, എന്ത് ടൈപ്പ് ഓഫ് മൂവിയാണെന്നുള്ളത് നമുക്ക് പടം കണ്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഇനിയിപ്പോൾ ട്രെയിലർ വരുമ്പോഴത്തേക്കും ഇതിലും വലിയ ബഹളം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വില്ലനാണെങ്കിലും നമ്മുടെ എന്താണ് ഇതിലെ ഫഹദിന്റെ ആ ഒരു വൈബ് എനിക്ക് ഫീൽ ചെയ്ത് തന്നു. പുള്ളിയുടെ ആ ഒരു വൈബിലാണ് ആ വില്ലനെ പോർട്രേ ചെയ്തേക്കുന്നത്. ഐ കൈൻഡ് ഓഫ് ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. എനിക്ക് പുള്ളിയെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഫഫയാണ് ഓർമ്മ വന്നത്. സോ എനിവേസ്, ഇതൊക്കെയാണ്, ദിസ് ഇസ് വാട്ട് ഐ ഗോട്ട് ഫ്രം ദിസ് ടീസർ. എനിക്ക് ഇതൊക്കെയാണ് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. ഫീമെയിൽ ലീഡ് എന്താണെന്നുള്ളതൊന്നും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഐ ഡിഡ്ന്റ് സീ. ഫീമെയിൽ ലീഡ് തുടക്കത്തിൽ കാണിച്ച അതാണോ ലീഡെന്ന് അറിയില്ല, പക്ഷെ ഒരു ക്യാരക്ടർ കാണിച്ചിട്ടുണ്ട്. സോ എനിവേസ്, ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഗൈസ്. ആൻഡ് ഇഫ് യു ലൈക്ക് ദ റിയാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെയിലി അപ്ഡേറ്റഡ് വീഡിയോസ് ആൻഡ് ഷോർട്സ് ആൻഡ് മൂവി റിയാക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ സബ്സ്ക്രൈബിങ് ടു ദ ചാനൽ സബ് ചെയ്യണം. പിന്നെ ഡു വാച്ച് ദി അതർ കോണ്ടന്റ്സ് ആസ് വെൽ. ഇപ്പോൾ മൂവി റിയാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം, ബട്ട് ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. So anyways, that's it. I'll see you guys next time. Bye.